നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതായത് CCE. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 10 മാർക്സിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം CCE എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞു ഒരു ട്രഡീഷണൽ ടീച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആയിരുന്നു. അതിനെ നമ്മൾ പറഞ്ഞത് ബിഹേവിയറിസ്റ്റിക് മോഡൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിനായിരുന്നു. അത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. പക്ഷെ വെൻ ടൈം പാസ്ഡ്, വിത്ത് ടൈം നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു മോഡലിൽ നിന്ന് ഇവോൾവ് ചെയ്ത് പയ്യെ എന്ത് ചെയ്യാണ്? ടീച്ചിങ് പ്രാക്ടീസസും അസസ്മെന്റ് മെത്തഡോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചേഞ്ചിങ് പ്രാക്ടീസസിൽ നമ്മൾ ഫസ്റ്റ് കണ്ട പോയിന്റ് ആണ് എന്ത്? കൺസ്ട്രക്റ്റിവിസം. അതായത് ബിഹേവിയറിസ്റ്റിക് തിയറി മാറി ആദ്യമായിട്ട് വന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം വന്നു. അപ്പൊ ഈ കൺസ്ട്രക്റ്റിവിസം വന്നപ്പോൾ കൺസ്ട്രക്ടിങ് നോളജ് എന്നൊരു കോൺസെപ്റ്റ് അവിടെ വന്നത്. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പൊ കൺസ്ട്രക്ട് ചെയ്യാണ് നോളജ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഒരു മെത്തഡോളജിയും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ലേണറിന് എന്തൊക്കെ അറിയാം, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ടീച്ചിങ്ങിനെ ഒന്ന് മാറ്റി. അത് കഴിഞ്ഞ് സ്റ്റിൽ ദ ടീച്ചിങ് പ്രോസസ് ആൻഡ് ദ ലേണിംഗ് പ്രോസസ്, ദ ഇവാലുവേഷൻ പ്രോസസ്, എവറിത്തിങ് സ്റ്റിൽ ഇവോൾവിങ്. ഓക്കെ, അപ്പം അത് തന്നെ അങ്ങനെ ഇവോൾവ് ചെയ്ത് അടുത്ത ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഇവാലുവേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഈ പറയുന്ന എന്ത്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് CCE. ഓക്കെ, അപ്പൊ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ സ്കോളറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് അല്ല അവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അപ്പൊ ഇത് നടക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇവാലുവേഷന് മുന്നേ എന്തൊക്കെയുണ്ട്? കണ്ടിന്യൂസ് എന്നുള്ളൊരു വേർഡും ഉണ്ട്, കോംപ്രിഹെൻസീവ് എന്നൊരു വേർഡും ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഇവാലുവേഷൻ പ്രോസസ് നടക്കുക. എന്ന് പറഞ്ഞാൽ കോഴ്സ് തുടങ്ങുമ്പോൾ തുടങ്ങി കോഴ്സിന്റെ എൻഡ് വരെ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇവാലുവേഷൻ. പിന്നെ എന്താ പറയുന്നത്? അത് ഒരു കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണെന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ നോക്കുന്നത്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് എല്ലാ രീതിയിലും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബിഹേവിയറൽ ഔട്ട്കം, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആണ്, അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആണ്. പിന്നെ ഇവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി അധികം ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ കണ്ടിന്യൂസ് എന്ന് പറയുന്നതിനെ എഴുതിയിരിക്കുന്നത് നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? According to the scheme, the term continuous is meant to assignate that the evaluation of identified aspects of students' growth and development is a continuous process rather than an incident. നമ്മൾ എക്സാം നടത്തുമ്പോൾ എന്താണ്? സമ്മേറ്റീവ് എക്സാം, അതായത് എൻ ടേം എക്സാം മാത്രം ഉള്ളപ്പോൾ എന്തായിരുന്നു? ഒരു സമ്മേറ്റീവ് എൻ ടേം എക്സാം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ശ്രമിച്ചിരുന്നത്. പണ്ടത്തെ 10ാം ക്ലാസ് ഓർമ്മയില്ലേ? അവർക്ക് എന്താണ്? 10ലെ എക്സാം മാത്രമേ ഉള്ളൂ ആ കുട്ടി ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ എന്തായി? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആയി. പ്രാക്ടിക്കലൊക്കെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ എക്സ്പെരിമെന്റിനും മാർക്ക് ഇട്ടു, റെക്കോർഡിന് മാർക്ക് ഇട്ടു, ഒക്കെ എങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ അതിന് മാർക്ക് കൊടുക്കുന്നത്. അപ്പം എല്ലാത്തിനും മാർക്കുണ്ട്. സമ്മേറ്റീവ് എക്സാമിന് മാർക്കില്ലെന്നല്ല, അതിനും മാർക്കുണ്ട്, ഈ വാല്യുവേഷൻ പ്രോസസ്സിന് മാർക്കുണ്ട്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാലോ? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഒരു ക്വാളിറ്റിയെ മാത്രമല്ല നോക്കുന്നത്, അക്കാഡമിക്സ് മാത്രമല്ല നോക്കുന്നത്, എന്തും നോക്കും. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്യും. അപ്പൊ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ദ ചൈൽഡ്. പിന്നെ എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ജസ്റ്റ് നമ്മൾ ആ സമ്മേറ്റീവ് ഇവാലുവേഷനിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ സ്റ്റുഡന്റിന്റെ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ പറ്റിയില്ലെന്ന് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അതല്ല, ഇവൻ സ്റ്റുഡന്റിന്റെ ഒരു കോഗ്നേറ്റീവ് ഡൊമൈൻ്റെ അനാലിസിസ് നോക്കി, അതേപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ്റെ ഇവാലുവേഷൻ നടത്തി, സൈക്കോമോട്ടർ ഡൊമൈൻ്റെ ഇവാലുവേഷൻ നടത്തി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ CCE പ്രോഗ്രാം നടത്തുന്നത്. ഇനി ഇന്ത്യയിൽ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് CBSE ആണ്. ഓക്കെ, CCE പ്രോഗ്രാം. പിന്നെ എന്താണ്? CCE പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ എക്സാമിന്റെ ഒരു സ്ട്രെസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. എക്സാമിന്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫൈനൽ എക്സാം മാത്രമുള്ളപ്പോൾ പിള്ളേർക്ക് എന്താണ്? ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ എന്താണ്? അതൊരു കണ്ടിന്യൂസ് അസസ്മെന്റിലേക്ക് മാറി. പിന്നെ എന്താണ് ഇവിടെ എന്ന് പറയുന്നത്? കൾച്ചറൽ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്റ്റുഡന്റിന്റെ എന്താ പറയുന്നത്? ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു സിംഗിൾ ടെസ്റ്റ് കൂടെ അല്ല നോക്കുന്നത്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുക. പിന്നെ എന്താണ്?
this helps the student who are so not in academics, so not good in academics, to show their talent in other fields. അപ്പൊ എന്താണ്, അക്കാഡമിക്സ് ഇച്ചിരി വീക്ക് ആണെങ്കിലും ഇപ്പൊ മ്യൂസിക്കിൽ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, സ്പോർട്സിൽ നല്ല ടാലന്റ്, അവർക്ക് ആ ഒരു എന്താ പറയാ, അവർക്ക് അവിടെ ടാലന്റ് കാണിക്കാനുള്ളൊരു ഒരു വേദി ഒരുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഗ്രേഡ്സ് ആർ അലോട്ടഡ് ഫോർ സ്റ്റുഡൻസ് ഇൻ വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, ക്വാളിറ്റീസ് ലൈക്ക് ലീഡർഷിപ്പ്, ടീം കോർപ്പറേഷൻ എക്സെട്ര. അപ്പൊ എന്താണ്, ബാക്കി കോ കരിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ ബാക്കി സ്കിൽസിനെയും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ CCE പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. പിന്നെ എങ്ങനെയായി പ്രോസസ്സ് നടക്കുന്നത്? അപ്പൊ CCE എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് അല്ലെ. സോ ത്രൂ ഔട്ട് ദ അക്കാഡമിക് ഇയർ റെഗുലർ ഇന്റർവെൽസിൽ അവിടെ എന്തുണ്ട്, ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, പഠിത്തം മാത്രമാണോ? അല്ല, സ്കോളറിസ്റ്റിക്കും നോൺ സ്കോളറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, സ്കോളറിസ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അക്കാഡമിക് സബ്ജക്ട്സ് ആയിരിക്കും അല്ലെ. അപ്പം അതൊരു ഈ ഒരു കോഴ്സിന്റെ ഫുൾ സ്പാൻ ഓഫ് ടൈമിൽ അക്കാഡമിക് കുട്ടി എന്തുമാത്രം അക്കാഡമിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഇവാലുവേഷൻ കാണും. അതിന്റെ കൂടെ തന്നെ എന്തിന്റെ ഇവാലുവേഷനും കാണും, ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ അല്ലെ, കോ സ്കോളറിസ്റ്റിക് നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെയും അസസ്മെന്റ് ഉണ്ടാവും. പിന്നെ എന്താണ്, അതിന് ചെയ്യാൻ, ഈ അസസ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്യാം, വെറൈറ്റി ഓഫ് ടൂൾസ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ വെറൈറ്റി ഓഫ് ടൂൾസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, റിട്ടൺ ടെസ്റ്റ്, ഒബ്സർവേഷൻ, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, ക്വിസ്, അതായത് ഏതൊക്കെ രീതി നമുക്ക് യൂസ് ചെയ്യാമോ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ കുട്ടിയെ അസസ് ചെയ്യാം അല്ലെ. അങ്ങനെ ഇവാലുവേഷൻ ടൂൾസ് യൂസ് ചെയ്യാം. പിന്നെ CCE എങ്ങനെയാണ് ക്യാരിഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, സമ്മേറ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് മാത്രമാണോ, ഒരു എൻ ടേം എക്സാം മാത്രമാണോ? അല്ല, CCE എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഇറ്റ് ഈസ് വാട്ട് എ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്, രണ്ടും കൂടി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ് ടു അസസ് അച്ചീവ്മെന്റ് പ്രൊഫൈൽസ് ഓഫ് ദ ലേണേഴ്സ്, ഇൻഫോർമേറ്റീവ് അസസ്മെന്റ്. അപ്പൊ എന്താണ്, അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അസസ്മെന്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. റെഗുലർ ആയിട്ടുള്ള എക്സാംസ് അവിടെ നടക്കുന്നുണ്ട്. നോൺ ബേസ്ഡ് ആയിട്ടുള്ള റെഗുലർ എക്സാംസും അക്കാഡമിക് സബ്ജക്ട്സിന്റെ എക്സാംസ് നടക്കുന്നുണ്ട്. എൻ ടേം എക്സാംസ് നടക്കും അല്ലെ. പിന്നെ എന്താണ്, എന്തിനാണ് എംഫസിസ് കൊടുക്കുന്നത്, ഒരു തോട്ട് പ്രോസസ്സിനാണ് അവിടെ എംഫസിസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അവർ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തതെല്ലാം മെമ്മറൈസ് ചെയ്ത് വന്ന് അതേപോലെ നോട്ട്സിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ എക്സാമിന് എഴുതി വെക്കുക എന്നുള്ളതല്ല. എന്താണ്, ആ കോൺസെപ്റ്റ് മനസ്സിലായോ, ആ കുട്ടിക്ക് എന്തുമാത്രം അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തു എന്നതാണ് നമ്മൾ CCE ചെയ്യുന്നുണ്ടാവുക. പിന്നെ സ്കോളറിസ്റ്റിക് ഇവാലുവേഷൻ ഇൻ ദ അസസ്മെന്റ് ഓഫ് മെനി ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഡെവലപ്മെന്റ് ഏരിയാസ് സച്ച് ആസ് ലൈഫ് സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, വെൽനെസ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്കോളറിസ്റ്റിക് ഏരിയാസ് ഓഫ് അസസ്മെന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് CCEയുടെ ഒരു പ്രോസസ്സ് പോകുന്നത്. ഇനി അടുത്തത് നോക്കാം, ഈ CCEയുടെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്, ടു മേക്ക് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അപ്പൊ CCEയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗിന്റെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അപ്പം ഓൾവേസ് ദർ വിൽ ബി ഇവാലുവേഷൻ. പിന്നെ നമ്മൾ എംഫസിസ് കൊടുക്കുന്ന എന്തിനാണ്, ആ ഒരു പഠനത്തിനാണ് നമ്മൾ എംഫസിസ് കൊടുക്കുന്നത്, നോട്ട് ഫോർ ദ മെമ്മറൈസേഷൻ. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ നോക്കിയാൽ അതൊന്ന് മനസ്സിലാവും. പിന്നെ എന്താണ്, അവിടെ ഒരു സബ്ജക്റ്റീവ് ബയസ് ഒക്കെ അവിടെ അവോയ്ഡ് ചെയ്യാണ്. സ്റ്റുഡന്റിന്റെ അറ്റൈൻമെന്റിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്ലി ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, പിന്നെ to keep students continually motivated to learn throughout the academic year. അത് നമ്മുടെ ഒരു ബേസിക് എയിം ആണ്. എയിം എന്താണ്, ആ സ്റ്റുഡന്റിനെ ത്രൂ ഔട്ട് ലേണിംഗിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ എയിം ഓഫ് CCE എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, സ്റ്റുഡൻസിനെ നമ്മൾ പഠിക്കാൻ മാത്രമാണോ ഇവിടെ CCE പ്രചോദിപ്പിക്കുന്നത്? അല്ല, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തോ കഴിവുണ്ടോ അതിനെയെല്ലാം നമ്മൾ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്കോളറിസ്റ്റിക് പ്രൊഫിഷ്യൻസി വേണ്ടെന്നല്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ ആ കുട്ടിയുടെ കഴിവുകൾ നോൺ സ്കോളർസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്ത് പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടിന്യൂസ് അസസ്മെന്റ് കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിനെ എല്ലാം വേരി ചെയ്യാം അല്ലെ. നമുക്കൊരു ഫീഡ്ബാക്ക് അതിലൂടെ കിട്ടുന്നത്. ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീച്ചിങ്ങിൽ തന്നെ കറക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവരാം, അസസ്മെന്റ്സിൽ കറക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ ടീച്ചേഴ്സ് ഓൾസോ. പിന്നെ എന്താണ്, ടു അസസ് ഓൾ പോസിബിൾ ആസ്പെക്ട്സ് ഓഫ് എ ചൈൽഡ്. അപ്പം ഒരു ചൈൽഡിന്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്
ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരണം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, റെഗുലർ ആയിട്ടും തറവായിട്ടും ഉള്ള ഒരു അസസ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റുഡൻസിന് സ്ട്രെസ് കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എയിം തന്നെ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എയിം ഇസ് നോട്ട് ടു സ്ട്രെസ് ദ സ്റ്റുഡൻസ്. അപ്പം കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ അസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റീവ് മെഷേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക, ആ കുട്ടി അത് ലേൺ ചെയ്യുക അല്ലെ, ബൈ ഹാർട്ട് ചെയ്യല്ല, ലേൺ ചെയ്യുക, മനസ്സിലാക്കുക എന്നൊരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഫൈനൽ എക്സാം വരുമ്പോഴും ആ കുട്ടിക്ക് ആ സ്ട്രെസ് ഉണ്ടാവാതിരിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, അങ്ങനെയുള്ളൊരു ഇതാ വരുന്നത്. പിന്നെ ഹെൽത്തി ലേണിംഗ് ആണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ടു പ്രൊവൈഡ് എ ടൂൾ ഫോർ റീമെഡിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് രണ്ടാമത് നമ്മളൊന്ന് പഠിച്ചു വരാനും നമ്മൾ സ്വയം ഡെവലപ്മെന്റിനും ഉള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, CCE യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് എ ടീച്ചർ ടു പ്ലാൻ ദർ ടീച്ചിങ് മെത്തേഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സോ ഇതൊക്കെയാണ് എന്ത് CCEയുടെ എയിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നെന്താണ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് പ്യൂപ്പിൾ സെന്റേർഡ് ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ എന്താണ് ഇവിടെ അസസ് ചെയ്യുന്നത്, ലേണിംഗ് പ്രോസസ്സിനെയും ലേണിംഗ് പേസിനെയും ലേണിംഗ് എൻവയോൺമെന്റിനെയും എല്ലാം ടൈംലി ജഡ്ജ് ചെയ്യാൻ പറ്റുക. ഇതും CCയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ എന്താണ്, സ്റ്റുഡൻസിന് തന്നെ അവരെ സെൽഫ് അസസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുക്കുക. അതിലൂടെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുക. സോ ഇതാണ് നമുക്ക് ബേസിക്കലി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് CCE ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ. ഫങ്ഷൻസ് എന്തൊക്കെയാ വരിക? ടു ഡെവലപ്പ് എ ന്യൂ ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെ, പുതിയ ടീച്ചിങ് സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ടീച്ചിങ് സ്ട്രാറ്റജി അവിടെ നോക്കുന്നുണ്ട്. പിന്നെ എന്താണ്, റെഗുലർ അസസ്മെന്റ് നടത്തണം കുട്ടികളുടേത്. അതേപോലെ തന്നെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ടീച്ചറിനെ ഒരു എന്താ പറയുക, സ്റ്റുഡന്റ് ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എന്നുള്ളത് എന്ത് പറയണം, ടീച്ചറിന് മനസ്സിലാവണം അല്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, സെൽഫ് അസസ്മെന്റ്, സ്റ്റുഡൻസ് തന്നെ പഠിക്കാനും തന്നെ അസസ് ചെയ്യാനുമായിട്ട് അവരെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുക. പിന്നെ അവരുടെ ഗുഡ് ഹാബിറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാനും, വീക്ക്നെസ് അതായത് സ്ട്രെങ്ത് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റിന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലേക്ക് നമുക്ക് അതിനെ റൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ എന്താണ്, ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ചേഞ്ച് ഇൻ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സ്റ്റുഡന്റിനെ, ആ കുട്ടിയുടെ പഠിത്തം മാത്രമല്ല ബാക്കിയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിനെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനും ആ കുട്ടിയുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പിന്നെ എന്താ പറയാ പോരായ്മകളും നല്ല കാര്യങ്ങളും എല്ലാം അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഒരു ഓവറോൾ ഇവാലുവേഷന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് ആർക്കൊക്കെ യൂസ്ഫുൾ ആണ്, സ്റ്റുഡന്റിന് യൂസ്ഫുൾ ആണ്, ടീച്ചറിന് യൂസ്ഫുൾ ആണ്, പേരന്റിന് യൂസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് കണ്ടാൽ ആ സ്റ്റുഡന്റിന്റെ ഒരു പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് CCE. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമ്മൾ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എവിടെയും പറയാൻ പറ്റുന്നത്. കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡന്റിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കുട്ടിയുടെ സ്റ്റഡി ഹാബിറ്റ്സ് അറിയാൻ പറ്റുന്നുണ്ട്, ആ കുട്ടിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസിനെ നമുക്ക് ഒന്നും കൂടി റിഫൈൻ ചെയ്ത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ്സും പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട്സും എല്ലാം എന്താണ് പീരിയോഡിക്കലി തന്നെ, അതായത് പീരിയോഡിക് അസസ്മെന്റ്സ് നടക്കുമ്പോൾ എന്താണ്, ആ കുട്ടി അവസാനം എൻഡ് ഓഫ് ദി ഇയർ വരെ കാത്തിരിക്കാതെ പേരന്റ്സിനാണെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടും, ടീച്ചേഴ്സിന് കിട്ടും, കുട്ടികൾക്ക് കിട്ടും. അപ്പൊ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊരു സ്കോപ്പ് ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, CC വഴി കാണുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് സ്റ്റുഡന്റിന്റെ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റും അല്ലെ, ടൈംലി റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, സ്റ്റുഡൻസിന് പ്രഷർ അല്ലെ, ലേണിംഗ് പ്രഷർ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാക്കി സ്റ്റുഡൻസിനെ പീരിയോഡിക്കലി തന്നെ നമുക്ക് അസസ് ചെയ്ത് കൊണ്ടുപോവാം. സോ ദിസ് ഈസ് അബൌട്ട് വാട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് CCE. ഇതുള്ളപ്പോൾ തന്നെ ഇത് അതിന്റെ ഒരു ലിസ്റ്റ് ആണ് കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. ദിസ് ഇസ് ദ സെയിം പോയിന്റ്സ്. പിന്നെ ഇതുള്ളപ്പോൾ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഇതിലെന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അസസ്മെന്റ് അല്ല അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും അസസ്മെന്റ്, എനിക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിന് എന്തുണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം അല്ലെ. പിന്നെ അതേപോലെ എന്താണ്, ഇവാലുവേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് പ്രൊസീജിയർ അല്ല ഇവിടെ, ഒരു സ്കൂൾ ടു സ്കൂൾ, ടീച്ചർ ടു ടീച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇവാലുവേഷൻ പ്രൊസീജിയർ. പിന്നെ എന്താണ് വേറെ പറയുന്നത്, ഓവർ ക്രൗഡഡ് ക്ലാസ്സസിൽ, അതായത് കുറെ കുട്ടികളുള്ള ക്ലാസ്സസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആണോ? അല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ്, അതൊരു ടീച്ചറിന്റെ വർക്ക് ലോഡ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, CCE എന്ന് പറയുന്ന പ്രൊസീജിയർ കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് CCE.